നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ രണ്ട് മൊഡ്യൂൾസ് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് ഏതൊരു ബ്ലൂടൂത്ത് സ്പീക്കറും ഏതൊരു ബ്ലൂടൂത്ത് ഡിവൈസും ജാം ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കും. എന്നാൽ വിശ്വസിച്ച് പറ്റൂ, ഇതാണ് ബ്ലൂടൂത്ത് ജാമർ. ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് 2.4 GHz ബാൻഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു NRF മൊഡ്യൂൾ 2.4 GHzൻ്റെ റേഡിയോ ട്രാൻസിസ്റ്റർ മൊഡ്യൂളാണ്. അപ്പോൾ ഇതിനകത്ത് ESP32 എന്ന് പറയുന്ന മൊഡ്യൂൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു സ്ക്രിപ്റ്റ് റൺ ചെയ്യും. ആ സ്ക്രിപ്റ്റ് റൺ ചെയ്യുന്ന സമയത്ത് NRF മൊഡ്യൂളിൽ 2.4 GHzൻ്റെ നോയ്സ് ക്രിയേറ്റ് ആവും. അപ്പോൾ ഈ നോയ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ബ്ലൂടൂത്തിൻ്റെ സിഗ്നൽസ് സെൻഡ് ആകാതെ വരുന്നതാണ് ഈ ഒരു ജാമിങ് പോസിബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ ബ്ലൂടൂത്ത് ജാം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രണ്ട് മൊഡ്യൂളിലേക്ക് ഒന്ന് പവർ കൊടുത്താൽ മതി. അപ്പോൾ ഞാനൊരു USB കേബിൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിലേക്ക് പവർ കൊടുക്കുകയാണ്. പവർ കൊടുക്കാൻ നേരത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാണ്ട് പറ്റും ഈ ഒരു ബ്ലൂടൂത്ത് ഇയർഫോണിൻ്റെ ഓഡിയോ കട്ടാവുന്നത് കാണാണ്ട് പറ്റും. അപ്പോൾ ഈ ഒരു ബ്ലൂടൂത്ത് ഇയർഫോൺ ഇനി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജാമർ ഓഫ് ചെയ്യണം. ഇതിപ്പോൾ ടെസ്റ്റ് പർപ്പസിന് വേണ്ടി ബിൽഡ് ചെയ്തുകൊണ്ട് തന്നെ ഒരു NRF മൊഡ്യൂൾ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പവർ വളരെ കുറവാണ്. പക്ഷേ നമ്മൾ NRFൻ്റെ ഡിഫറൻറ്റ് മൊഡ്യൂൾസ് ഉപയോഗിക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് പവറിനും വ്യത്യാസം വരും, അതുപോലെ തന്നെ റേഞ്ചിനും വ്യത്യാസം വരും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റെയർ ടെക്നോളജി കണ്ടന്റും അതുപോലെ സൈബർ സെക്യൂരിറ്റി ആൻഡ് ഹാക്കിംഗ് റിലേറ്റഡ് വീഡിയോ കിട്ടാനായിട്ട് ഈ ഒരു പേജ് ഫോളോ ചെയ്തു.